അവൾ അന്ന് ആക്ഷൻ സ്കൂളിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം കബോർഡിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജുവൺ അവളുടെ പുറകിലെത്തുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൾ അവനെ കണ്ടുവന്ന് ഞെട്ടുന്നുണ്ട്. നിന്നോട് അങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, പിന്നെയും എന്തിനാണ് വന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ, എനിക്ക് കടങ്ങളൊന്നും ബാക്കി വെച്ചിരിക്കുന്നത് ഇഷ്ടമല്ല, എൻ്റെ ആശുപത്രി ബില്ലാണിത്, ഇനി എനിക്ക് കുറച്ച് പൈസ കൂടി തരാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ കയ്യിലിരുന്ന ബില്ല് അവളെ കാണിക്കുന്നു. അവൾ അന്ന് കൊടുത്തതിൻ്റെ ബാക്കി ഒരു 50 രൂപയും കൂടി ഇനി ബില്ലനുസരിച്ച് അവൾ കൊടുക്കണം, അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് അവൻ പറയുന്നു. അവൾ അപ്പോൾ തന്നെ കബോർഡിൽ നിന്ന് പേഴ്സ് എടുത്ത് അത് കൊടുക്കാൻ തുടങ്ങുന്നു. പക്ഷേ അവളുടെ പേഴ്സിലാകെ 30 രൂപയെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുത്തിട്ട് ബാക്കി 20 രൂപ പിന്നെ തരാമെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ എപ്പോൾ തരും, എനിക്കിപ്പോൾ തന്നെ വേണം എന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിക്കുന്നു. ആ ദേഷ്യത്തിന് അവൾ കബോർഡൊക്കെ വലിച്ചടച്ചിട്ട് നീ എന്നെ കാശ് ഇട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് താഴേക്കിറങ്ങി പോകുന്നുണ്ട്. ദേഷ്യത്തിൽ അടച്ചിട്ട് പോയത് കാരണം അവളുടെ കബോർഡ് നന്നായി അടഞ്ഞിരുന്നില്ല. കിട്ടിയ ചാൻസ് മിസ്സാക്കാതെ അവൻ അതിനുള്ളിലൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. കബോർഡിനുള്ളിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാം പെയിൻ റിലീഫിനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു, അല്ലാതെ ഒരു പെൺകുട്ടിയുടെ കബോർഡിൽ ഉണ്ടാവേണ്ട സാധനങ്ങളൊന്നും അതിലുണ്ടായിരുന്നില്ല. അവൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന ഫോട്ടോയിൽ അവളുടെ അച്ഛൻ്റെ ചിരിച്ച മുഖം പെട്ടെന്ന് മാറുന്നത് കാണാം. പക്ഷെ അവൻ അത് കണ്ടിരുന്നില്ല. അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്ന സമയത്ത് അവൾ പുതിയ സ്റ്റുഡൻസിനെ കൊണ്ട് എക്സർസൈസ് ചെയ്യിക്കുകയാണ്. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പെയറായിട്ട് ചെയ്യുന്ന സിറ്റപ്പ് ആയിരുന്നു. അവനും ഓടിച്ചെന്ന് അവരുടെ കൂട്ടത്തിൽ കിടക്കുന്നു. വേറൊരു പയ്യൻ അവന് പെയറായിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവൻ അവിടെ ഇരിക്കാൻ ജുവൻ സമ്മതിക്കുന്നില്ല. പോയിക്കൊള്ളാൻ പറഞ്ഞ് അവനെ ഓടിച്ചു വിടുന്നുണ്ട്. റായും അവനെ വലിയ മൈൻഡ് ചെയ്യാതെ എക്സർസൈസ് ചെയ്യിക്കാൻ തുടങ്ങിയപ്പോൾ, ഇത് ശരിയല്ല, എനിക്ക് പാർട്ട്ണറില്ല, നീ എൻ്റെ പാർട്ട്ണറായി ഇവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ 20 രൂപ ഇപ്പം തരണം എന്ന് പറഞ്ഞ് ജുവൻ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ അവൾ അവിടെ ചെന്ന് അവൻ്റെ പാർട്ട്ണറായി ഇരിക്കുന്നു. ആദ്യമൊക്കെ അവൻ ഉഴപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയല്ല, മര്യാദയ്ക്ക് ചെയ്യാൻ അവൾ പറയുന്നു. ഞാൻ മര്യാദയ്ക്ക് ചെയ്തു കഴിയുമ്പോൾ നിനക്ക് അതൊരു പ്രശ്നമാവരുത് എന്ന് പറഞ്ഞ് അവൻ നന്നായി ചെയ്യാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അങ്ങനെ അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ അവൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവൻ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം അവൾ വല്ലാതെ ടെൻഷനായി അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാതെ ആവുന്നുണ്ട്. അവനും അത് ശ്രദ്ധിക്കുന്നു. കുറെ തവണ കഴിഞ്ഞപ്പോൾ, നീ എപ്പോഴും ഇത്ര സുന്ദരിയായിരുന്നു, കഴിഞ്ഞ വർഷവും നീ ഇതേപോലെ സുന്ദരിയായിരുന്നു എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് അവൻ്റെ കാലിനിട്ടൊരു തൊഴിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. കാലും തടവിക്കൊണ്ട് അവൻ പുറകെ ചെല്ലുന്നുണ്ട്. ഇത്തവണ ഞാൻ ശരിക്കും ദേഷ്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ചെന്നത്. നീ മാത്രമല്ല, ഞാനും നല്ല ദേഷ്യത്തിലാണ്, നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ ഒരു പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കുന്നത്, ഇതിനേക്കാൾ മോശം രീതിയിൽ പെരുമാറാനൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. നീ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നത് എന്നെ ഇഷ്ടമായതുകൊണ്ടാണോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു വട്ടനായിട്ട് തോന്നുന്നുണ്ടോ? ഞാനെന്തിനാണ് നിന്നെ ഇഷ്ടപ്പെടുന്നത്? എന്നെ ഇഷ്ടപ്പെടാൻ നല്ല യോഗ്യതയും സമ്പത്തും ഉള്ള പെൺപിള്ളേർ ക്യൂ നിൽക്കുകയാണ്. അവരെ ഒന്നും ഇഷ്ടപ്പെടാതെ നിന്നെ ഇഷ്ടപ്പെടാനും വേണ്ടി വട്ടൊന്നും എനിക്കില്ല എന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. അതും നിന്റെ കുഴപ്പം തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി നീ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിന്നെ അവിടെ നിന്ന് കളയാൻ പറ്റുന്നില്ല. നീ അവിടെ തന്നെ താമസമാക്കിയിരിക്കുകയാണ്. അതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് നിനക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്നെ എന്തോ ചെയ്തതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നീ എന്നോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ആണല്ലോ. ഇതൊക്കെ വളരെ മോശമാണെങ്കിലും എനിക്കിതെല്ലാം വളരെ നല്ലതായിട്ടാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഭ്രാന്തായി എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകുന്നത്. എന്തായാലും ഇനി നിന്നെ കാണാനായി ഞാൻ ഇങ്ങോട്ട് വരില്ല. എൻ്റെ അഡ്രസ്സ് ഞാൻ നിനക്ക് അയച്ചു തരാം, ബാക്കി പൈസ നീ അങ്ങോട്ട് കണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. റായും ഒന്നും പറയാൻ കഴിയാതെ അവൻ പോയിടത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഓസ്ക മുമ്പ് ബാറിൽ വെച്ച് ഒരു പയ്യൻ പാടുന്നത് കേട്ട് കുറെ സമയം അത് തന്നെ നോക്കി നിന്നിരുന്നല്ലോ. അവൻ ആരാണ് എന്നൊക്കെ കണ്ടുപിടിച്ച് തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വരാനായി ഓസ്ക തൻ്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരുന്നു. അസിസ്റ്റന്റ് തിരക്കി പിടിച്ച് അവിടെ ചെന്നെങ്കിലും അവൻ കൂടെ ചെല്ലാൻ തയ്യാറാവുന്നില്ല. അവൻ്റെ പേര് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് അസിസ്റ്റന്റ് തിരികെ വന്ന് ഓസ്കയെ അറിയിക്കുന്നു. ഫോൺ നമ്പർ അയാളുടെ കൈവശമുണ്ടായിരുന്നതിനാൽ ഓസ്ക അത് വാങ്ങി ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ഹൻതേസോൺ എന്നാണ് അവൻ്റെ പേര്. ഓസ്ക വിളിച്ച സമയത്ത് ഓസ്ക എന്നൊരാളെ പരിചയമില്ല, എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിച്ച് വളരെ റഫായിട്ടാണ് സോൺ സംസാരിച്ചത്. അവനെ നേരിട്ട് കാണണമെന്ന് ഓസ്ക പറഞ്ഞപ്പോൾ, നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ട് എനിക്ക് അയച്ചു ഞാൻ കേട്ട് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. ഓസ്കയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ്റെ അടുത്ത് ആരെങ്കിലും ഇത്ര റൂഡായിട്ട് പെരുമാറുന്നത് ആദ്യമായിട്ടാണ്. എന്നാലും ആ പയ്യന് ഇപ്പോൾ അവന് ആവശ്യമാണ്, അതുകൊണ്ട് വീണ്ടും വിളിക്കുന്നു. നിനക്കെൻ്റെ പാട്ടല്ലേ കേൾക്കേണ്ടത്, ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഓസ്ക ഫോണിലൂടെ അവിടെ നിന്നുകൊണ്ട് തന്നെ പാടാൻ തുടങ്ങുന്നു. പക്ഷേ സോൺ അത് കേൾക്കാൻ നിൽക്കാതെ അവൻ നിന്നിരുന്ന ഷോപ്പിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ഫോൺ കൊടുത്തിട്ട് കേട്ടോളാൻ പറയുന്നു. ആ പെണ്ണാണെങ്കിൽ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓസ്കയാണ് അതെന്ന് മനസ്സിലായി. അവൾ ആകെ ത്രില്ലടിച്ച് പാട്ട് കേൾക്കുന്നുണ്ട്. ഓസ്ക പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ ശേഷമാണ് ഫോൺ ഇരിക്കുന്ന ഒരു പെണ്ണിൻ്റെ കയ്യിലാണ് എന്നറിയുന്നത്. അങ്ങനെ അവൻ ആകെ ചമ്മുന്നു.
പക്ഷേ സോൺ പിന്നെ അവനോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. സോൺ തന്റെ പിയാനോ വിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ ഷോപ്പിൽ വന്നത്. മനസ്സുണ്ടായിട്ടല്ല, എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് അവനത് വിൽക്കുന്നത്. നന്നായി നോക്കിക്കോണമെന്നൊക്കെ ഷോപ്പ് ഓണറിനോട് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. റായും വീട്ടിലെത്തിയ ശേഷം ജൂവൺ തനിക്ക് അഡ്രസ്സ് അയച്ചു തരുന്നുണ്ടോ എന്ന് നോക്കാനായി ഇടയ്ക്കിടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അവന്റെ മെസ്സേജ് ഒന്നും വരാത്തതിനാൽ അവളിങ്ങനെ നിരാശയായി ഇരിക്കുകയാണ്. അയോങ് എവിടെയോ പോവാനായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോവുകയാണ് എന്ന് പറഞ്ഞ് അയോങ് ഡ്രസ്സിങ് എങ്ങനെയുണ്ട് എന്നൊക്കെ റായിമിനോട് ചോദിക്കുന്നു. ഒരു കർച്ചീഫ് കഴുത്തിൽ കെട്ടിയിട്ട് ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ, ഇപ്പോഴത്തെ ആമ്പിള്ളേർക്കൊക്കെ ഈ സ്റ്റൈലാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയോങ് പോയത്. അങ്ങനെ റായും ആകെ ബോറടിച്ചിരിക്കുന്ന ആ സമയത്താണ് ജൂവൺ എവിടെയാണ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ലൊക്കേഷൻ അവൾക്ക് അയച്ചു കൊടുത്തത്. അവൾ വേഗം തന്നെ റെഡി ആവാൻ തുടങ്ങുന്നു. അയോങ് ബ്ലൈൻഡ് ഡേറ്റിന് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ജൂവണിന്റെ അസിസ്റ്റന്റ് ആണ്. അയോങ്ങിന്റെ ഫ്രണ്ട് വഴി അവൻ തന്നെയാണ് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യിച്ചത്. ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫുഡ് ഓർഡർ ചെയ്യുന്നു. പക്ഷേ അവനാണ് തൻ്റെ ഡേറ്റ് എന്നറിഞ്ഞപ്പോൾ അവൾ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് കുറച്ച് പേർ അവളുടെ പേര് പറഞ്ഞ് കൺഗ്രാറ്റ്സ് പറയുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നു. അവിടെ 5th ആനിവേഴ്സറിക്ക് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. തൊട്ട് പുറകെ തന്നെ സെക്രട്ടറി കിം ഒരു കേക്കുമായി അവളുടെ അടുത്തെത്തി അവൾ ജോലിയിൽ പ്രവേശിച്ചിട്ട് 5 വർഷമായതിന്റെ വാർഷികം ആശംസിക്കുന്നു. അങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി കിട്ടിയത് അവളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. ജൂവൺ എപ്പോഴും പോവാറുള്ള ആ ബാറിൽ വെച്ചിട്ടാണ് റായിമിനെ മീറ്റ് ചെയ്യാനായി അവൾക്ക് അഡ്രസ്സ് അയച്ചു കൊടുത്തിരുന്നത്. അങ്ങനെ റായും അവിടേക്ക് എത്തുന്നു. അവളുടെ ഡ്രസ്സും അവിടെ ഉണ്ടായിരുന്ന ലേഡീസിൻ്റെ ഡ്രസ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ അവളെ ഒരു അത്ഭുത ജീവിയെ നോക്കുന്നത് പോലെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴുത്തിൽ കർച്ചീഫ് ചുറ്റുന്നത് വളരെ ക്യൂട്ടായിട്ട് തോന്നും എന്ന് അയോങ് പറഞ്ഞിരുന്നതിനാൽ അങ്ങനെ ഒരു കർച്ചീഫും ചുറ്റി കെട്ടിക്കൊണ്ടാണ് റായും വന്നിരിക്കുന്നത്. ചുറ്റുമുള്ളവരുടെ നോട്ടമൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ ജൂവൺ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. അവളുടെ കഴുത്തിലെ കെട്ട് കണ്ടപ്പോൾ നിന്റെ കഴുത്തിന് എന്തെങ്കിലും പരിക്ക് പറ്റിയോ മുറിവ് വല്ലതും പറ്റിയോ എന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവൾ ചമ്മലോടെ അത് അഴിച്ചു മാറ്റുന്നു. അപ്പോഴത്തെ ചമ്മൽ മറയ്ക്കാൻ വേണ്ടി ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ബാഗ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. അവൾ പോയിടത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് മേശപ്പുറത്ത് വെച്ചിരുന്ന അവളുടെ ബാഗ് അവൻ ശ്രദ്ധിക്കുന്നത്. മുമ്പ് പൊട്ടി താഴെ വീണുപോയ ബാഗ് അവൾ സേഫ്റ്റി പിൻ കൊണ്ട് കുത്തി വെച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവന് വിഷമവും ദേഷ്യവും ഒക്കെ തോന്നുന്നുണ്ട്. ഒരു ബാഗ് വാങ്ങിക്കാൻ പോലും കാശില്ലാത്ത വിധം ദാരിദ്ര്യത്തിലാണ് അവൾ ജീവിക്കുന്നതെന്ന് വിളിച്ചു പറയുന്നത് പോലെയാണല്ലോ അത്. അവൾ താമസിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ വീടും അവളുടെ കബോർഡിൽ കണ്ട വില കുറഞ്ഞ സാധനങ്ങളുമൊക്കെ ആ സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവൻ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് റായും തിരികെ വന്നത്. അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്നും അറിയാതെ നീ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും നിനക്ക് വേണമെങ്കിൽ ഒരു ബിയർ വാങ്ങിച്ചു തരാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ ഇരുന്നത്. പക്ഷെ അവൻ അതിന് മറുപടി നൽകാതെ എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു പെണ്ണാണ് നീ. നിന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ ഞാൻ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ബാഗ് വാങ്ങിക്കാൻ പോലും കാശ് നിനക്കുണ്ടായിരിക്കില്ല എന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നു. അവൻ തൻ്റെ ബാഗിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾ വേഗം ബാഗ് എടുത്ത് കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ആ 20 രൂപയ്ക്ക് വേണ്ടിയല്ല നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എൻ്റെ നിലയും വിലയും നിനക്ക് ഒന്ന് ചിന്തിക്കാമായിരുന്നു. ഈ ബാഗും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ അവൻ അപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റായിമിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയണ്ടല്ലോ. അവൾക്ക് ഒരേ സമയത്ത് വിഷമവും അപമാനവും എല്ലാം വല്ലാതെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ പിന്നെയും പിന്നെയും അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് ഒരു ബാഗ് വാങ്ങിക്കാൻ സമയമില്ലാഞ്ഞിട്ടാണോ, അതോ ഒരു ബാഗ് വാങ്ങിക്കാനുള്ള കാശ് പോലും നിൻ്റെ കയ്യിലില്ലേ? അങ്ങനെ ഒരു പെണ്ണിനെയാണോ ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവൻ പിന്നെയും ചോദിക്കുന്നു. അവൾക്ക് നല്ല വിഷമം വരുന്നുണ്ട്. സത്യത്തിൽ അവനോട് ചെറിയ താല്പര്യം തോന്നിയതുകൊണ്ട് തന്നെയായിരുന്നു അവൾ അവിടേക്ക് വന്നത്. പക്ഷെ അത് പറയാതെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ ഇവിടേക്ക് വന്നത് ഇതിനു വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് 20 രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇതേ സമയത്ത് തന്നെയാണ് സോണിനെ കാണാനായി ഓസ്കാർ അവിടെ എത്തിയത്. ഞാനിവിടെ പുറത്ത് നിൽക്കാം, അവനോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ പറഞ്ഞ് അവൻ അസിസ്റ്റന്റിനെ അകത്തേക്ക് വിടുന്നു. അസിസ്റ്റന്റ് അങ്ങോട്ട് കയറിപ്പോയ സമയത്താണ് റായും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഓസ്കാർ കണ്ടത്. അവൻ അങ്ങോട്ട് നിന്ന് അവളോട് സംസാരിക്കുന്നു. അവനെ അവിടെ വെച്ച് കണ്ട് അവളൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഞാൻ റായിമിനെ ഒരിക്കൽ കൂടി കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്താണ് ഇവിടെ എന്നൊക്കെ ഓസ്കാർ അവളോട് വിശേഷം ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ പുറകിൽ നിന്ന് ജൂവൺ ഇറങ്ങി വരുന്നത് ഓസ്കാർ കാണുന്നു. ജൂവണിനെ കാണാൻ വേണ്ടിയാണോ വന്നത് എന്ന് ഓസ്കാർ ചോദിക്കുന്നുണ്ട്. അവൻ പുറകെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. പോവരുത്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഓസ്കാർ അവളുടെ ബാഗിൽ കയറി പിടിച്ചപ്പോൾ അതിൻ്റെ വള്ളി പൊട്ടിയ ബാഗ് അവൻ്റെ കയ്യിലിരിക്കുന്നു. അതുകൂടി കണ്ടപ്പോൾ ജൂവണിന് ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട്. റായുമും ആകെ വല്ലാത്ത ഒരു സിറ്റുവേഷനിലാവുന്നു. ഓസ്കി ആണെങ്കിൽ അവൾക്ക് നാണക്കേടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. റായും ജൂവന്റെ റിയാക്ഷൻ എന്താണ് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ അവരുടെ അടുത്തേക്ക് വരാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു.
റൈമിന് അത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. ഈ സമയത്താണ് ഓസ്കാർ അന്വേഷിച്ചു വന്ന സോൺ അവിടെ ഇല്ല, അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോയിരിക്കുന്നുവെന്ന് അസിസ്റ്റന്റ് തിരികെ വന്ന് അറിയിച്ചത്. എങ്ങനെയെങ്കിലും അവൻ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെ അവൻ വീണ്ടും പറഞ്ഞയക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ റൈം ജൂവൻ പോയിടത്തേക്ക് തന്നെ നോക്കി വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അവന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നതിനാൽ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്ന് നടക്കാൻ വരുന്നോന്ന് ചോദിക്കുന്നു. അങ്ങനെ അവൻ അവൾക്കൊപ്പം നടക്കാൻ ചെല്ലുന്നുണ്ട്. വഴിയിലൊക്കെ അവൻ്റെ ഫാൻസ് അവനെ കണ്ടുകൊണ്ട് ബഹളം വയ്ക്കുന്നുണ്ട്. അവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞ ശേഷം അവൻ റൈമിനോട് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. ജൂവന്റെ സ്വഭാവം പണ്ട് മുതലേ ഇങ്ങനെയാണ്. അവൻ ജനിച്ചപ്പോൾ തന്നെ മര്യാദകളൊക്കെ അവൻ്റെ അമ്മയുടെ വയറ്റിൽ ഉപേക്ഷിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് അവൻ പറയുന്നതൊന്ന് കാര്യമാക്കണ്ട. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ? കുറച്ച് ദിവസങ്ങളായി ഞാനിത് ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവന് നിന്റെ കാര്യം പറയാൻ മാത്രമേ സമയമുള്ളൂ. നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താണ് ബന്ധം എന്നൊക്കെ ഓസ്കാർ അവളോട് ചോദിക്കുന്നു. അവർ തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്. കസിൻസ് ആണ് എന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത്. അവൻ തന്നെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട് എന്നൊക്കെ കേട്ടതും അവളെ അത്ഭുതപ്പെടുത്തുന്നു. അവരിങ്ങനെ സംസാരിച്ച് വരുന്ന സമയത്ത് അവർ നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു പെൺകുട്ടി അവനോട് ഹായ് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്നത് അത് ജൂവന്റെ അനിയത്തിയാണ് എന്ന് പറഞ്ഞ് ഓസ്കാർ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ജൂവൻ അന്നും ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയിരുന്നു. പക്ഷേ ആ പെണ്ണും അവനെ റിജക്റ്റ് ചെയ്തു. എങ്ങനെയാണ് അവൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കുന്നത് എന്നൊക്കെ അനിയത്തി ഓസ്കയോട് സംസാരിക്കുന്നുണ്ട്. ആരുമായിട്ടായിരുന്നു അവൻ്റെ ബ്ലൈൻഡ് ഡേറ്റ് എന്ന് ഓസ്കാർ ചോദിച്ചപ്പോഴാണ് യൂൻസിയോൾ ആണ് എന്ന് അവൾ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഓസ്കർ ആകെ മൂഡ് ഓഫ് ആവുന്നു. അവിടെ നിന്ന് തിരികെ പോകുന്ന വഴി അവളുമായി റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തെക്കുറിച്ച് അവൻ ഓർക്കുന്നുണ്ട്. അന്ന് അവൻ ഇത്ര പോപ്പുലർ സിംഗറൊന്നും ആയിരുന്നില്ല. ഈ ഫീൽഡിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവന് കുറേ ഫാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫാൻസിൻ്റെ അടുത്ത് ചിരിക്കുന്നതും അവർക്കൊപ്പം സമയം ചിലവഴിക്കുന്നതും ഒന്നും യൂൻസിയോളിന് ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ പേരിൽ അവൾ അവനോട് മിക്കപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. വീട്ടിലെത്തിയ ശേഷവും അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അവൻ വിഷമിച്ചിരുന്ന് വൈൻ കഴിക്കുന്നുണ്ട്. റൈമും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരിടത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവൾ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് കൊണ്ട് ബാഗിൽ ആ പിന്ന് കുത്തിവെച്ചിരുന്നിടം തൽക്കാലം കെട്ടിവെക്കുന്നു. ജൂവണ്ണം അന്ന് ആകെ വിഷമത്തിലായിരുന്നു. അവനും വീട്ടിലെത്തി ഒരു വൈനും കഴിച്ചുകൊണ്ട് ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതേപോലെ തന്നെ വൈനും കഴിച്ചുകൊണ്ട് പുറത്തുകൂടി നടക്കുകയായിരുന്ന ഓസ്കയും അവനും കൂടി ഇടയ്ക്ക് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓസ്കയ്ക്ക് അറിയേണ്ടത് അവൻ യൂൻസോളുമായി ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ട് എന്തായി എന്നാണ്. അതുകൊണ്ട് ഓസ്കാർ അതിൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂവൻ ആണെങ്കിൽ അവൻ റൈമിനെ വീട്ടിൽ കൊണ്ട് വിട്ടായിരുന്നോ, അവൾ എങ്ങനെയാണ് പോയത് എന്നൊക്കെ തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ആ ബാഗ് വഴിയിൽ കളഞ്ഞോ അതോ ഇപ്പോഴും അത് തന്നെയാണോ വെച്ചിരിക്കുന്നത്? ഒരു പ്ലാസ്റ്റിക് ബാഗ് ഇതിലും ഭേദമായിരുന്നു എന്നൊക്കെ ജുവൻ പിന്നെയും പറഞ്ഞപ്പോൾ നിനക്ക് അതിനെന്ത് വേണം? നീ അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തായാലും നിനക്കൊരു അറേഞ്ച് മാരേജേ സെറ്റ് ആവുകയുള്ളൂ. പിന്നെ നീ എന്തിനാണ് ഇക്കാര്യത്തിൽ ഇത്ര ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഓസ്കാർ ദേഷ്യപ്പെടുന്നു. എന്നിട്ട് യൂൻസോളിനെ കുറിച്ച് പറയാൻ പറയുന്നു. അവളുടെ കാര്യം എന്ത് പറയാനാണ്? അവൾ എന്നെ റിജക്റ്റ് ചെയ്തു. എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല. അത് പറഞ്ഞിട്ട് അവൻ പിന്നെ റൈമിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ രണ്ടുപേരും തമ്മിൽ പിണങ്ങുന്നതിനാൽ ജുവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. ഓസ്കയ്ക്ക് അടുത്ത ദിവസം രാവിലെ ഒരു ഷൂട്ടിനായി തായ്ലൻഡിലേക്ക് പോകണം. അക്കാര്യം മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചിട്ടാണ് ജുവൻ അവിടെ നിന്ന് പോയത്. അടുത്ത ദിവസം തായ്ലൻഡിലേക്ക് പോകാനായി പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തും ഓസ്കർ സോണിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം ദേഷ്യപ്പെട്ട് അവനൊരു വോയിസ് മെസ്സേജ് ഇടുന്നുണ്ട്. ഈ സമയത്താണ് അവൻ്റെ ഒരു അസിസ്റ്റന്റിന് സോൺ ഇപ്പോൾ ജെജു ഐലൻഡിലുണ്ട് എന്ന ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കോൾ വന്നത്. അതോടെ ഓസ്കർ തായ്ലൻഡിലേക്ക് പോകാനുള്ള പ്ലാൻ മാറ്റുന്നു. അവിടെ ഉണ്ടായിരുന്ന 4 പേരോടും ഇപ്പോൾ മുതൽ അവരുടെ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെക്കണം. ഞാൻ എവിടെ പോയെന്ന് ചോദിച്ചാൽ അവരോടും പറയരുത് എന്ന് ഓസ്കർ നിർദ്ദേശിക്കുന്നുണ്ട്. ജൂവൻ റൈമിനെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവന് ഇപ്പോഴും അതിന് പറ്റിയിട്ടില്ല. ഇപ്പോൾ അവളുടെ ഫോട്ടോ കൂടി അവൻ്റെ ഫോണിലുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വെച്ച് നോക്കിക്കൊണ്ട് അവളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ് അവൻ. റൈമിൻ്റെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. അവൻ്റെ കോൾ വരുന്നുണ്ടോ, അവനെന്തെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി അവൾ ഫോണും കയ്യിൽ പിടിച്ച് അവിടത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ്റെ ഷോപ്പിംഗ് മാളിൽ നിന്ന് വിളിച്ചിട്ട് അവൾക്ക് ഗീവ് അവേ പ്രൈസായിട്ട് ഒരു വാക്വം ക്ലീനർ അടിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. അയോങ് എന്തിനെങ്കിലും തൻ്റെ പേര് നൽകിയതായിരിക്കും എന്നാണ് റൈം വിചാരിച്ചത്. അങ്ങനെ വീട്ടിലെത്തി അയോങ്ങിനോട് അതിനെപ്പറ്റി ചോദിക്കുന്നു. പക്ഷേ അവൾ ഒന്നിനും നൽകിയിട്ടില്ലായിരുന്നു. വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ബോസ് നൽകിയതായിരിക്കും, വേറെ ആരാണ് ഇങ്ങനെ പ്രൈസ് നൽകാനെന്ന് അയോങ് പറയുന്നു. അപ്പോഴാണ് റൈം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ജുവൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് അവൾ പറയുന്നതെങ്കിലും അവൻ ആയിരിക്കുമെന്ന് അവൾക്കും മനസ്സിലാവുന്നു. റൈം എന്തോ ചിന്തിച്ച ശേഷം അയോങ് കഴിഞ്ഞ മാസം വാങ്ങിയ ആ ബാഗ് നാളെ ഒന്ന് കടം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ജുവൻ ഈ സമയം അവരുടെ വീടിന് മുന്നിലായി തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സമയമായി അവൻ അവിടെ എത്തിയിട്ട്. അവളെ വിളിക്കണോ വേണ്ടായോ എന്നൊക്കെ ചിന്തിച്ച് ഫോണെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വിളിക്കണ്ട, നേരിട്ട് കാണാം എന്ന് ചിന്തിച്ച് അവൻ ഇറങ്ങി അവരുടെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവരുടെ ഡോറിന് മുന്നിൽ വരെ എത്തുന്നത് അവനെ സംബന്ധിച്ച് ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അവിടെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലുള്ള അഴുക്കൊന്നും പറ്റാതെ വളരെ ശ്രദ്ധിച്ചാണ് അവൻ ഡോറിൻ്റെ അടുത്ത് വരെ എത്തിയത്. ഡോറിൽ തട്ടാൻ തുടങ്ങിയപ്പോൾ അതിലിരിക്കുന്ന പൊടി കണ്ട് കർച്ചീഫ് എടുത്ത് കയ്യിൽ ചുറ്റിക്കൊണ്ട് അതിൽ തട്ടാനായി തുടങ്ങിയതാണ്. പിന്നെ വേണ്ടെന്ന് വെച്ച് അവൻ തിരികെ പോകുന്നു.
ജുവൻ എല്ലാ ദിവസവും മാളിലേക്ക് പോകാറില്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അടുത്ത ദിവസവും അവനങ്ങനെ സാധാരണ പോകുന്ന ദിവസമായിരുന്നില്ല. എന്നിട്ടും അന്ന് അവൻ മാളിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് പ്രതീക്ഷിക്കാതെ റായിമിനെ കാണാനിടയാവുന്നു. അവളും അവനെ കാണുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ അങ്ങനെ അവിടെ വെച്ച് കണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.